പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ഒരു വിശ്വാസി ഹൃദയം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ആശ്വാസകരവും ആനന്ദകരവുമാണ്. ദൈവത്തെ അറിയാത്തവരായി ജീവിക്കുന്നതിനേക്കാൾ ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് അനുഗ്രഹത്തിന്റെ തണലിൽ പാർക്കുന്നവരായി തീരാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം, സമാധാനം, പ്രത്യാശ ഇതെല്ലാം നമുക്ക് കാത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നു. ഒരു നിരീശ്വരവാദിയും ഒരു വിശ്വാസിയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദൈവമില്ലാതെ തന്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന നിരീശ്വരവാദികളെക്കാൾ സർവ്വലോകത്തിന്റെ സൃഷ്ടാവായി ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് ജീവിതത്തിന്റെ ആശ്രയമായി വെച്ച് മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ അത് ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും പ്രദാനം ചെയ്യുന്നു. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഒരു വിശ്വാസിയുടെ നടപ്പ് എപ്രകാരമായിരിക്കണം? വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അടുക്കും ചിട്ടയുമുള്ളതായി ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സത്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കി തീർക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ നടപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 25-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോഴും വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ എല്ലാം പറയുന്നത് ഒരു വിശ്വാസി അവന്റെ നടപ്പ് സത്യത്തിലാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നാണ്. സത്യത്തിൽ നടക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. രണ്ടാമതായി നിഷ്കളങ്കതയിൽ നടക്കേണ്ടവനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ധാരാളം പരാമർശങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. 25-ാമത്തെ സങ്കീർത്തനത്തിന്റെ 21-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 15-ാമത്തെ സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി നിഷ്കളങ്ക ഹൃദയമുള്ളവനായിരിക്കണം, അവൻ നിഷ്കളങ്കതയിൽ ചരിക്കുന്നവനായിരിക്കണമെന്ന് വചനം നമ്മെ അനുശാസിക്കുന്നുണ്ട്. മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, ഒരു വിശ്വാസി നീതിയുടെ പാതകളിൽ നടക്കേണ്ടവനാണ്. നീതിയുടെ പാത എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ മുഖമുദ്രയായി മാറുക തന്നെ വേണം. 23-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഒരു വിശ്വാസി നീതിയുടെ പാതകളിൽ നടക്കണം. അവന്റെ ജീവിതത്തിൽ എന്താണ് നീതി, എന്താണ് ന്യായം എന്ന് തിരിച്ചറിയാൻ അവന് സാധിക്കണം. അവൻ തിരിച്ചറിയുന്ന സത്യത്തിലും നീതിയിലും ന്യായത്തിലും നടക്കാൻ അവന് സാധിക്കണം. അതിലുള്ള ത്രാണി അവന്റെ ദൈവവിശ്വാസത്തിൽ നിന്ന്, അവന്റെ ആധ്യാത്മിക ചര്യകളിൽ നിന്ന് അവന് കരഗതമായിരിക്കേണ്ടതാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
നാലാമത് വിശ്വാസിയെക്കുറിച്ച് പറയുന്നു, അവൻ വെളിച്ചത്തിൽ നടക്കേണ്ടവനാണ്, പ്രകാശത്തിൽ നടക്കേണ്ടവനാണ്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു കാട്ടിത്തരുന്ന പാതകളിൽ നടക്കേണ്ടവനാണ് ക്രൈസ്തവൻ. അപ്പോസ്തലൻ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു വിശ്വാസി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ഒരു ക്രിസ്ത്യാനി പ്രകാശത്തിൽ, സാക്ഷാൽ വെളിച്ചത്തിൽ നടക്കേണ്ടവനാണ്. അവൻ ഇരുട്ടിൽ നിന്നും മാറി സത്യപ്രകാശത്തിൽ സഞ്ചരിക്കേണ്ടവനാണ്. കൊലോസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ്ലീഹ പറയുന്നു, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി കൂട്ടായ്മയിൽ നടക്കേണ്ടവനാണ്. അവനൊരു ഫെലോഷിപ്പുണ്ട്, ദൈവവുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്, അവന്റെ സമസൃഷ്ടങ്ങളുമായി അവനൊരു കൂട്ടായ്മയുണ്ട്, പ്രകൃതിയുമായി അവന് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കണം. അവൻ നിലനിൽക്കുന്ന, അവൻ അധിവസിക്കുന്ന ഈ പ്രപഞ്ചവുമായി താദാത്മ്യം പ്രാപിക്കാൻ അവന് സാധിക്കുമ്പോഴാണ് അവന്റെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക എന്നാണ് അപ്പോസ്തലൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് എത്രയോ ആനന്ദകരമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ആ അനുഗ്രഹീത പാതകളെ പിന്തുടരുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും ഏറെ ധന്യമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല പ്രഭാതവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.